ഹാജി മസ്താനും കരീംലാലയും വരദരാജ മുതലിയാരുമൊക്കെ വാണിരുന്ന മുംബൈ അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു കാലത്ത് അമ്പരപ്പോടെ കേട്ടിരുന്നവരാണ് മലയാളികൾ. ദാവൂദ് ഇബ്രാഹിമും അരുൺ ഗാവ്ലിയും ചോട്ടാ ഷക്കീലുമൊക്കെ പിന്നീട് ആ ഗണത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് കഥയാകെ മാറി. മുംബൈ മംഗളൂരു അധോലോക സംഘങ്ങളോട് കിടപിടിക്കുന്ന മാഫിയ സംഘങ്ങൾ കൊച്ചു കേരളത്തിലും ചുവടുറപ്പിച്ചു. ഇന്ന് ഓരോ നഗരങ്ങളിലും ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് മുതൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ലഹരി ഒഴുക്കുവരെ നിയന്ത്രിക്കുന്നത് ഇത്തരം സംഘങ്ങളാണ്. സിനിമാക്കാരുടെ ഇഷ്ടയിടമായി മാറിയ കൊച്ചി ഗുണ്ടാ സംഘങ്ങളുടെയും സുരക്ഷിത താവളമാണ്. കൊച്ചി അധോലോകത്തിന്റെ തുടക്കവും വളർച്ചയുമാണ് ഇന്ന് പോലീസ് പട്രോൾ പരിശോധിക്കുന്നത്. ഒപ്പം സിനിമാ താരങ്ങളുമായി ഗുണ്ടാ നേതാക്കൾക്കുള്ള വഴിവിട്ട ബന്ധവും. സ്വാഗതം. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് ന്യൂസ് 18 കേരളമാണ്. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെയായി പെരുമ്പാവൂർ അനസ് അടക്കമുള്ളവർക്കുള്ള ബന്ധം ആരെയും ഞെട്ടിക്കും. മുമ്പ് കവലച്ചട്ടമ്പികളും ചെറുകിട ഗുണ്ടകളും മാത്രമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് വൻ സ്വാധീനമുള്ള ഗാങ്ങുകളാണ് ഓരോ പ്രദേശവും അടക്കി വാഴുന്നത്. തൊണ്ണൂറുകളിലും 2000ന്റെ തുടക്കത്തിലുമാണ് എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളും ഗുണ്ടാ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവണത തുടങ്ങിയത്. കുണ്ടന്നൂരിൽ തമ്പിയും വൈറ്റിലയിൽ വെട്ടിൽ സുരേഷും തമ്മനത്ത് ഷാജിയും തേവരയിൽ മകിടിക്കുട്ടനും ഏലൂരിൽ ചൗക്ക സാജുവും അടക്കി വാണ കാലം. 18 കമ്പനി എന്ന ഗുണ്ടാ സംഘവും കൊച്ചിയിലെ പഴയ തലമുറ ഇന്നും മറക്കാനിടയില്ല. 19 ഗുണ്ടകളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പൊക്കം കുറഞ്ഞതിനാലാണ് ഈ പേര് വന്നത്. ചമ്പക്കര ചന്തയുടെ നിയന്ത്രണവും കപ്പം പിരിക്കലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള കൊട്ടേഷനുമൊക്കെയായിരുന്നു ഇവരുടെ പണി. ഗുണ്ടാപ്പടയുടെ നേതാവ് സുനി കൊല്ലപ്പെട്ടതോടെ ചമ്പക്കര സതീശൻ നേതാവായി. മറ്റൊരു കൊലക്കേസിൽ സതീശൻ ജയിലിലായതോടെ 18 കമ്പനി പൊളിഞ്ഞു. തമ്മനം ഷാജി ഇപ്പോൾ സജീവമല്ല. കുണ്ടന്നൂരിൽ തമ്പിയിൽ നിന്നു തെറ്റിപ്പിരിഞ്ഞാണ് ഭായ് നസീർ സ്വന്തം ഗ്യാങ് ആരംഭിച്ചത്. 2004 വരെ ഭായിയുടെ സന്തത സഹചാരിയായിരുന്ന മരട് അനീഷും സ്വന്തമായി സംഘം രൂപീകരിച്ചു. ഇതോടെ മരട് അനീഷും ഭായ് നസീറും ശത്രുക്കളായി. 2007 ജനുവരി 10 രാത്രിയിൽ ഭായ് നസീറിന് നേരെ അനീഷും സംഘവും ആക്രമണം നടത്തി. ബൈക്കിൽ വരികയായിരുന്ന നസീറിനെ വൈറ്റില തൈക്കൂടത്ത് വെച്ച് അനീഷും സംഘവും തടഞ്ഞു നിർത്തുകയായിരുന്നു. തോക്കും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നസീറിന്റെ ഇടതുകൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിന്റെ പകരം വീട്ടലും മണിക്കൂറുകൾക്കുള്ളിൽ നടന്നു. 15 വർഷം മുമ്പ് കുണ്ടന്നൂരിലെ വ്യാപാരിയെ രാത്രി വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ച് പണം തട്ടിയ കേസിലാണ് അനീഷ് ആദ്യം പിടിയിലാകുന്നത്. ഭായ് നസീറും അനീഷും തമ്മിലുള്ള ഗുണ്ടാ കുടിപ്പക കത്തി നിന്ന കാലത്ത് കൊച്ചിയെ നടുക്കിയ ഇംതിയാസ് വധക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ അനീഷിനെ കോടതി വെറുതെ വിട്ടു. ഭായ് നസീറിനോട് അടുപ്പമുണ്ടായിരുന്ന ഇംതിയാസിനെ സാന്താക്ലോസ് വേഷം ധരിച്ച കൊലയാളികൾ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. മരട് അനീഷ് ഇപ്പോൾ ജയിലിലാണ്. ജയിലിനുള്ളിൽ അനീഷിന് നേരെ അടുത്തിടെ വധശ്രമവും നടന്നിരുന്നു. വൃക്കരോഗബാധിതനായ ഭായ് നസീറിന്റെ സംഘവും ഇപ്പോൾ അത്ര സജീവമല്ലെന്നാണ് വിവരം. എന്നാൽ കൊച്ചിയിൽ കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് കുറവില്ല. 2021
കുമ്പളങ്ങിയിൽ ആന്റണി ലാസർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ലാൽജുവിനെ കഴിഞ്ഞ മാസമാണ് കൊലപ്പെടുത്തിയത്. ഭായ് നസീർ, മരടനീഷ്, തമ്മനം ഷാജി, ഇങ്ങനെ ചിലരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൊച്ചിയിലെ കൊട്ടേഷൻ സംഘങ്ങൾ കാലം മാറിയതോടെ ന്യൂ ജനറേഷൻ ശൈലിയിലാണ്. പുതിയ ഓപ്പറേഷൻ രീതികളാണ് ഇപ്പോഴത്തെ പ്രവണത. വില കൂടിയ കാറുകളും സുരക്ഷയ്ക്കായി അനുചരന്മാരുമായിട്ടാണ് പുതിയ ഗ്യാങ്സ്റ്റേഴ്സ് പുറത്തിറങ്ങുന്നത്. ഇതിൽ പ്രധാനിയാണ് പെരുമ്പാവൂർ സ്വദേശി PK അനസ് എന്ന പെരുമ്പാവൂർ അനസ്. യുവാക്കളെ ആകർഷിക്കാൻ നവമാധ്യമങ്ങളിൽ റീൽസുകൾ ഇറക്കുന്നതും അനസിന്റെ പതിവാണ്. അനസിന്റെയും മരട് അനീഷിന്റെയും ഗ്യാങ്ങുകൾക്ക് പുറമെ തമ്മനം ഫൈസൽ, ആലുവ മനാഫ് എന്നിവരുടെയൊക്കെ സംഘങ്ങൾ ഇപ്പോഴും സജീവമാണ്. എതിരാളികളെ പട്ടികൾക്കൊപ്പം കൂട്ടിലിട്ട് കടിപ്പിക്കുമെന്നതാണ് ഫൈസലിനെ കുറിച്ചുള്ള കഥകൾ. പല ഗുണ്ടകളുടെയും പേര് കേട്ടാൽ തന്നെ സാധാരണക്കാർക്ക് ഭയം തോന്നും. പങ്കൻ ഷിജു, പുല്ലാനി വിഷ്ണു, കൊമ്പനാട് ലാലു, ജിംബ്രൂട്ടൻ, ഡാർക്ക് അങ്കിൾ എന്ന ക്രിസ്റ്റഫർ റൂഫസ് എന്നിവരൊക്കെ കൊച്ചിയിൽ ഗുണ്ടാ പട്ടികയിലുള്ളവരാണ്. പലരും ലഹരി മാഫിയയുടെ പിണിയാളുകൾ. ഗുണ്ടാ സംഘങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ബിൽഡപ്പുകളും നിറം പിടിപ്പിച്ച കഥകളും യുവാക്കളെ ആകർഷിക്കുകയാണ് ഇതിന്റെയൊക്കെ പ്രധാന ലക്ഷ്യം. ഇത്തരം പ്രചാരണങ്ങൾക്കിടയിലാണ് ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവ് ചില തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായത്. കേരളത്തെയാകെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞപ്പോൾ നടുങ്ങിയവരിൽ പല പ്രമുഖരുമുണ്ട്. അതിലുണ്ട് ഷിയാസ് കരീം ഉണ്ട്. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ അനസിനെ ഇവിടുന്ന് ഇപ്പോൾ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നതും എല്ലാം ഷിയാസ് കരീമാണ്. ആ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു പെണ്ണ് കേസ് ഷിയാസ് കരീമിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അനസിന്റെ അടുത്തായിരുന്നു ഷിയാസ് കരീം. അവിടെ തന്നെയാണ് ഷിയാസ് കരീമാണ് ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷിയാസ് കരീം വന്നേക്കണ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. കാര്യം ഇവിടെ വന്ന ആകെ ഫോളോ ചെയ്തേക്കണ അനസ് ഷിയാസ് കരീമിന് മാത്രമാണ് ആ ഫോളോ ലിസ്റ്റിൽ വന്നേക്കുന്നത്. പിന്നെ അവരുടെ നല്ല ബന്ധങ്ങളാണ്. ഇപ്പൊ ദുബായിലും ഓൾറെഡി ഇപ്പൊ ഗോൾഡിന്റെ പരിപാടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇവര് തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഗോൾഡ് കടത്ത്. പെരുമ്പാവൂർ അനസിന് ചില സിനിമാ താരങ്ങളുമായുള്ള ബന്ധം ഔറംഗസേബ് തുറന്നു പറഞ്ഞു. നടൻ ഷിയാസ് കരീമിന് അനസുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന വിവരമാണ് അതിൽ പ്രധാനം. ദുബായിൽ അനസിനൊപ്പം ചടങ്ങിൽ പങ്കെടുത്തവരിൽ സിനിമാ താരങ്ങളായ ശ്വേത മേനോൻ, വിനയ് ഫോർട്ട്, സ്വാസിക, മാളവിക മേനോൻ തുടങ്ങിയവരുണ്ട്. നമ്മുടെ അനസ് ഇപ്പോൾ ഓൾറെഡി പോയേക്കാൻ ഇപ്പൊ നടക്കുന്നത് ഗോൾഡിന്റെ വർക്കിനാണ്. ഇവിടെ എത്തിക്കാനുള്ള അങ്ങനത്തെ ഒരു ഗെയിമിനാണ് പോയേക്കുന്നത്. അതിൽ ഷിയാസ് കരീമും ഉണ്ടെന്നാണ് എൻ്റെ 100% ഉറപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഷിയാസാണ് ഈ ബന്ധങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. കെണിയിൽ വീണ് പോകാൻ ചാൻസ് ഉള്ളൂ. കാര്യം അനസിനോട് ഒരു 10 മിനിറ്റിലുള്ള സംസാരിച്ച് കഴിഞ്ഞാൽ ആ കെണിയിലേക്ക് വീട്ടുന്ന ഏറ്റവും നല്ല മിടുക്കനാണ്. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമൊക്കെ നിയന്ത്രിക്കുന്നതിലേക്ക് കൊച്ചി അധോലോകം വളർന്നു കഴിഞ്ഞു. കൊടുവള്ളി സംഘത്തിനടക്കം ഇവരുമായി ബന്ധമുണ്ട്. കാസർഗോഡ് സംഘത്തിന് സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വന്ന കഥയും ഔറംഗസേബ് പറയുന്നു.
നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള തട്ടിക്കൊണ്ട കേസ് ഗോൾഡ് കേസാണ് അല്ല, അതിലെല്ലാം മനസ്സുണ്ട്. സ്വർണം പൊട്ടിക്കൽ സ്വർണം പൊട്ടിക്കുന്ന കേസ്. അതെ അതെ, അതൊരു കൊട്ടേഷന്റെ ഭാഗമാണ് സ്വർണം പൊട്ടിക്കൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവരായിട്ട് നമ്മൾ ആ കുണ്ടന്ന ആളായിട്ട് നമ്മൾ കണക്ഷൻ അടിച്ചിട്ട് ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഓണറിന് കൊടുക്കാണ്ട് നമ്മൾക്ക് ആ സാധനം തരും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും പാൻറ്റും കളറൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് വരുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ബാത്റൂമിൽ കയറി നമ്മൾ പറയുന്ന ഡ്രസ്സ് അവർ വേറെ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെ ഇവിടെ വരുമ്പോൾ മറ്റവരെ കാണൂല, നമ്മൾ കൂടുതൽ കയറി വരും, അവിടെ നമ്മൾ സാധനം കൊണ്ടുപോകും, ഗോൾഡ് കൊണ്ടുപോകും. അതെ അതെ, കൊടുത്തു വിടുന്നത് ഒറ്റി തന്നെയാണ്. ഇപ്പൊ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ നമ്മൾ ഒറ്റിട്ടുണ്ടാവും, ഒറ്റി തന്നെ ഉണ്ടാവും. ഇല്ല, ഇപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 പേരിന് 4 ഷെയർ ആക്കി എടുക്കും. ഇപ്പൊ ഗ്യാങ് ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അത് കിട്ടും. അതാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു തവണ കാസർഗോഡ് ടീമിന്റെ സാധനം ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട വന്ന്. അവരുടെ ടീം ഒരു കുഴപ്പമില്ലാത്ത ടീമാണ്, അത് തിരിച്ചു കൊടുത്ത് പിന്നെ ആ പരിപാടി അനസ് നിർത്തിയായിരുന്നു. രാമനാട്ടിൽ ഒരു കേസ് വന്നായിരുന്നു, ഒരു 5 പേര് മരിച്ചു പോയായിരുന്നു അതിൽ. അതിന് അനസിന്റെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്ന പിള്ളേർ തന്നെയായിരുന്നു അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കൊടുവള്ളി സംഘം അവര് ഏൽപ്പിച്ച ആൾക്കാരല്ലേ, ബാക്കിയുള്ളത് ആൾക്കാരെല്ലാരും ഈ കൊട്ടേഷൻ സംഘമായിട്ട് പോയതല്ല. അത് അതിന് മറ്റേ ഗോൾഡ് കൊണ്ടുവന്നൊക്കെ എസ്കോർട്ട് പോലെ പോയിട്ടുള്ള സംഭവം ഉണ്ടായത്. പക്ഷേ വണ്ടി മറിഞ്ഞ് 5 പേര് മരിച്ചു പോകാൻ എഴുതിയത്. ഒരു കാലത്ത് അനസിന്റെ വിശ്വസ്തനായിരുന്നു ഔറംഗസേബ്. പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് മുങ്ങിയത് ഒപ്പം നിന്നവരെ അടക്കം ചതിച്ചാണെന്നാണ് ഇയാൾ പറയുന്നത്. അതാണ് വെളിപ്പെടുത്തലുകൾക്ക് കാരണം. കോടികളുമായിട്ടാണ് അനസ് ദുബായിലേക്ക് കടന്നതെന്നും ഔറംഗസേബ് പറയുന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരു ഗ്യാങ്ങിലും ഇല്ലാണ്ട് മാറി നിൽക്കുന്നതാണ് കാര്യം. ഗ്യാങ് ഒന്നുമില്ല കാര്യം. ഇപ്പൊ ഇത്ര വർഷം ഓൾറെഡി അങ്ങനെ തന്നെയാണ് കാര്യം. 9 വർഷമായിട്ട് അവന്റെ കൂടെ നിന്നിട്ട് അവൻ നമുക്ക് എല്ലാവരും ഇപ്പൊ കൂട്ടത്തിലുള്ള ഒരാളുമില്ല, എല്ലാവർക്കും കൂട്ട് ചതി പോലെ ചെന്നിട്ടാണ് ഇവിടെ കയറി പോയേക്കുന്നത്. ഗൾഫിലേക്ക് പോയത് ഇപ്പൊ ദുബായിൽ. ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കേസുകളുണ്ട്, ഒരുപാട് കേസുകൾ. ഒരു കേസിലും ഇവനെ പ്രതിയാക്കിയിട്ടില്ല. പ്രതി 2-3 കേസിൽ മാത്രമേ അനസ് പ്രതിയുള്ളൂ. അതെ അതെ, ബാക്കി എല്ലാവരും അനസിന്റെ പേര് പറയാതെയും പല കേസ്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നു. ചെറിയ എമൗണ്ട് അല്ല, പറയാൻ പറ്റുന്ന മുകളിലല്ലോ ഒരുപാട് ഫണ്ട് എല്ലാവരോടും കണക്ട് ചെയ്ത് ഒരു 8-9 സിയോളം ഞങ്ങളുടെ ആ ലോക്കൽ എല്ലാവരും തമിഴ്നാടൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ തമിഴന്മാരിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ എല്ലാം കൊണ്ടും പുള്ളി ഒരു ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞ സംഭവം പൊട്ടിപ്പോയി. അതെ അതെ അതെ, ഓൺലൈൻ ട്രേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആഴ്ചയിൽ ഇതിന് വരുമാനം കൂടുതൽ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചത്. പണം ട്രേഡ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ട്രേഡിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു എന്താ പറയുക, കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ഗെയിം കളിയായിരുന്നത്. അത് പൊട്ടിച്ചപ്പോൾ ഈ കൂട്ടത്തിലുള്ളവരെ മൊത്തത്തിൽ ഇത്ര നാൾ കൂടെ നിന്നവരെല്ലാരും പഠിച്ചിട്ടാണ് പോയത്, എല്ലാ ഓരോ കുടുംബങ്ങളും. ഇതിപ്പോ ഒരു 3-4 മാസമായിട്ടുണ്ടാവും. നാട് വിട്ടിട്ട് ഞാൻ പൊള്ളാച്ചിക്ക് പോയിട്ട് കുറച്ച് നാളായി. അവിടെ നിന്ന് ഇപ്പൊ പുള്ളി മുങ്ങിയിട്ട് ഇപ്പൊ 4-5 മാസമായിട്ടുണ്ടാവുള്ളൂ മാക്സിമം. അതുപോലെ തന്നെ അതിന് എതിർത്ത് നിന്ന ഒരു ഇബ്രാഹിം എന്ന് പറയും, അതുപോലെ നിഷിൽ എന്ന് പറയും. ഇവരൊക്കെ പുള്ളി വധിക്കാനായിട്ട് പ്ലാൻ വിട്ട് സ്കെച്ച് ഇട്ട് കറക്റ്റായിട്ട് പുറകെ പോയിട്ട്, അല്ലെങ്കിൽ ആ 2 കേസ് കൂടി വന്നേനെ. അനസ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ല, പുറത്തുള്ള ടീമിനെ നമ്മളറിഞ്ഞു കഴിഞ്ഞാൽ ഉടക്കം നിൽക്കുമെന്നറിയാം. കാരണം കൂട്ടത്തിലൊരു സംഭവം നടന്നേക്കുന്ന കാരണം പുറത്തുള്ള ടീമിനെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. പെരുമ്പാവൂർ അനസിനെ മുമ്പ് പരിചയമില്ലെന്നും ഇക്കാര്യത്തിൽ തനിക്ക് ജാഗ്രതക്കുറവുണ്ടായെന്നുമാണ് നടൻ വിനയ് ഫോർട്ടിന്റെ പ്രതികരണം. എന്നാൽ ഷിയാസ് കരീമിന് അനസുമായുള്ള ബന്ധം അങ്ങനെയങ്ങ് നിഷേധിക്കാനാവില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെയാണത്. എനിക്കൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നൊന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ
നമ്മൾ കുറച്ചും കൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. പെരുമ്പാവൂർ അനസിനെ അറിയത്തില്ല, പരിചയമൊന്നും എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ, ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസില ഞാൻ പോയത്. ലീഗൽ ഫേമിന് സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ്. പിന്നെ ഞാൻ ഇതിന്റെ വേറെ വേർഡ്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല. എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫേം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തിൽ മലയാളികളെയൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള, ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക, എന്ത് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. ഒരിക്കലും ഇല്ല. എടാ, നിന്റെ പേര് പറയുന്നത് പറഞ്ഞാൽ നീ അതിൽ വന്നെന്താ പറഞ്ഞേക്കണത്? നിനക്ക് അനസിനെ അറിയാൻ പാടില്ല, നീ 3 മാസമായിട്ട് അറിയുന്നുള്ളൂ. അറിയാന്നല്ല, നീ അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെയൊക്കെ ചതിച്ചു പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത്. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ എടാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എന്റെ ചിരി തന്നെ. കാര്യം പൊള്ളാച്ചിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം, അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പയ്യന്റെ അതിന്റെ വോയിസ് ഇട്ട് തന്നോ? ആ പയ്യന്റെ വർക്ക് ഞാൻ പറഞ്ഞോണ്ട് ആ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ വോയിസ് വേണോ? അത് എനിക്ക് വോയിസ് തന്നെ എനിക്ക് ഇട്ടുതരാം. അല്ല, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാനതൊന്നും പറയാനാ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാവണ്ട. അല്ല, അതില് നീ ഞാൻ ഇനി ഒന്നിനുമില്ല. കാര്യം എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിയാണ്. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എടാ, നിന്റെ ജോലി ചെയ്യണം, നീ ചെയ്തോ, അതിന് എനിക്ക് സന്തോഷം. നിന്റെ ജോലി സന്തോഷിക്കും, അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാശ് എന്നിട്ട് പൈസ ഉണ്ട്, കാശ് എന്നിട്ട് എടാ നീ പൈസ എന്നിട്ടാൻ പോയത് എനിക്ക് 1 ലക്ഷം രൂപ. അതെ അത് ഒരു കാശ് നമ്മുടെ കാശൊക്കെ അടുത്ത് തന്നതേ, അതാണ് പ്രശ്നം. നമ്മളെ പഠിച്ചുള്ള കാശാണ് അവൻ തന്നത്. അല്ല, നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. നീ പിന്നെ അനസ് പെരുമാനെ അറിയൂല. ഞാൻ പറഞ്ഞ പൊള്ളാച്ചിലുള്ള സമയത്താണ് അനസ് പെരുമാനും നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നാട്ടുകാരൻ ഇതിൽ എനിക്ക് അനസ് പെരുമാറും അറിയാം. പിന്നെ കൊട്ടേഷൻ പരിപാടികൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുള്ള കാര്യം നീ അനസിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കണത്. അല്ല, അപ്പൊ ഓക്കെ അല്ലാണ്ട് നീ സംസാരിച്ചോ, പ്രശ്നമില്ല. എന്നെ ഒഴിവാക്ക്. ഞാൻ എന്നെ ഒഴിവാക്കി തരാനാ പറഞ്ഞത്. നീ എന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, ഞാൻ അനസിന്റെ കൂടെ എല്ലാം താമസിച്ചത് ദുബായിൽ. ഞങ്ങൾക്ക് ആരും ചതിക്കും. ഞങ്ങൾ ഉണ്ടാകാനുള്ള പേരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നും ഇല്ല ചെയ്യാസേ. ഉറപ്പ്, ഇൻഷാല്ലാ. നമ്മള് നീ അനസിനെ വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട. മാറി നിന്നു. ഒരിക്കലും എനിക്ക് ഇത് ഒഴിവാണ്. അത്രേ ഞാൻ അനസിനെ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതോടെ ATS ഔറംഗസേബിന്റെ മൊഴിയെടുത്തിരുന്നു. സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടുകൾക്കും പുറമെ കശ്മീരിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത UAPA കേസിലും PK അനസ് പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചു വരുന്നു എന്നതാണ് വിവരം. ഏത് അന്വേഷണത്തിലും സഹകരിക്കുമെന്നാണ് ഔറംഗസേബിന്റെ നിലപാട്. അറിയാൻ പറ്റുള്ളൂ.
ഔറംഗസേബ് പൊട്ടിച്ച ബോംബ് കൊച്ചി അധോലോകത്തെ ആകെ നടുക്കുന്നതായിരുന്നു. ചിതറി നിന്ന അനസിന്റെ സംഘാംഗങ്ങൾ പലരും കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായി. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ അനസിന്റെ പങ്കിന് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതാണ്. അനസിന്റെ സംഘാംഗമായിരുന്ന ഇട്ടൻ എന്ന ഷിർലിനാണ് നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന് ഷിർലിൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ് ഷിർലിൻ. ആ കേസിൽ 75 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പിന്നീട് നാടുവിടുകയായിരുന്നു. അനസ് കാരണമാണ് തനിക്ക് നാടുവിടേണ്ടി വന്നതെന്നും ഷിർലിൻ പറയുന്നു. അനസ് പെരുമ്പാവൂര്, അതായത് അനസ് എന്ന് ഇപ്പൊ ഞാൻ അനസ് എന്ന് വിളിക്കുന്നത്, അനസിന്റെ കൂടെ നിങ്ങള് ആൾക്കാരെല്ലാം അനസ് പെരുമ്പാവൂർ എന്ന് പറയപ്പെടുന്ന അനസിന്റെ കൂടെ കുറെ നാളായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അനസ് മുഖാന്തരം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അനസിന് വേണ്ടിയിട്ട് ഒരു കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയായിട്ട് 73 ദിവസം കാക്കനാടും ആലുവായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാണ്. എന്നെ തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആകെ ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. അനസിന് വേണ്ടിയിട്ട് കിഡ്നാപ്പിംഗ് കേസിൽ ബന്ധപ്പെട്ട് അനസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അനസ് ഒന്നിനും നമ്മൾ എന്താക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളില്ല. ആ കേസിന് പൈസയും വാങ്ങിച്ച് അഡ്വാൻസും വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു റിയാല് പോലും, ഒരു രൂപ പോലും മനസ്സ് ആ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് ഞങ്ങളുടെ കുടുംബങ്ങളാണ്. എൻ്റെ ഫാമിലിയാണ് എന്നെ കേസിന് വേണ്ടിയിട്ട് നോക്കി എന്നെ പുറത്ത് ജാമ്യത്തിൽ 73 ദിവസമാണ് ഞാൻ അനസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കിടന്ന അനസിൻ്റെ പേര് പോലും നമ്മൾ അതിനകത്ത് വലിച്ച് കൊണ്ടുവന്നിട്ടില്ല. അനസിൻ്റെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അനസിൻ്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അനസിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നതാണ്, ഞാനടക്കം. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയണം. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് അനസിൻ്റെ കൂടെ അനസ് തിരിഞ്ഞും കൂടി നോക്കിയില്ല. അവന് മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. മനസ്സിലായില്ലേ? അനസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും നിഷിൽ എന്ന മറ്റൊരു സംഘാംഗം പരാതി നൽകി. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായ നിഷിൽ 45 ദിവസം ജയിലിൽ കിടന്നിരുന്നു. അനസ് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നിഷിലിന്റെ പരാതി. അനസിന്റെ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിം കുട്ടിയും പരാതിയുമായി രംഗത്തു വന്നിട്ടുണ്ട്. കൊടുവള്ളി സംഘവുമായിട്ടടക്കം അനസിന് ബന്ധമുണ്ടെന്ന് ഇബ്രാഹിം കുട്ടി ന്യൂസ് 18നോട് പറയുന്നു. തീർച്ചയായിട്ടും അവൻ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കില്ല. അവനും അവന്റെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആരെയും അവൻ സംരക്ഷിക്കില്ല. അത് ബോധ്യപ്പെട്ടത് കൊണ്ടും പിന്നെ എങ്ങനെയുള്ള ഈ ചില ഈ വഴിവിട്ട കാര്യങ്ങൾ വന്ന് എനിക്കത് വ്യക്തിപരമായിട്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി കൊണ്ടുള്ളതാണ് ഞാൻ പിന്മാറിയത്. അതായത് കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് പൈസ വാങ്ങാം. വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ എടുത്തിട്ട് അത് നടപ്പിലാക്കാതിരിക്കുക, അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം, അത് നടപ്പിലാക്കാതിരിക്കുക, പിന്നെ അവരായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവരെ ബന്ധപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം വന്ന് കളവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. ഇത് വേറെ ഒന്നുമില്ലാന്നേ, ഇത് വെറുതെ ഒരു ഷോ ഓഫ് കാണിച്ചിട്ട് കുറച്ച് പൈസ വാങ്ങുക, ആളുകളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പിന്മാറിയത്. ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല കൊച്ചി അധോലോകത്തിന്റെ ഉള്ളറ കഥകൾ. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകളിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറാകേണ്ടതുണ്ട്. രാസലഹരിയുടെ മായിക വലയത്തിൽപ്പെടുത്തിയാണ് പല യുവാക്കളെയും ഗുണ്ടാ സംഘങ്ങൾ ഒരിക്കലും പുറത്തുകടക്കാനാവാത്ത പടുകുഴിയിൽ അകപ്പെടുത്തുന്നത്. സ്വർണ്ണക്കടത്തും ലഹരിയൊഴുക്കും നിയന്ത്രിക്കാൻ ആദ്യം പൂട്ടിടേണ്ടത് ഗുണ്ടാ നേതാക്കൾക്ക് തന്നെയാണെന്ന് ചുരുക്കം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.